ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വൈകുന്നേരത്തെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ആദ്യം നമ്മൾ പറയുന്നത്. റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര 3 വർഷത്തേക്ക് അടുത്ത RBI ഗവർണർ ആകും എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള വാർത്ത. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്, അതിലേക്ക് വരാം. കൂടാതെ നാളെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പ്രധാനപ്പെട്ട ലെവലുകൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കൂടാതെ നാളെ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും സ്റ്റോക്ക് ന്യൂസുകളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ്. സ്റ്റുഡൻസിനായിട്ട് 50% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുള്ളത്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ ആ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. അപ്പോൾ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ഈവനിംഗ് വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 150 ലൈക്കുകളാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ മണിക്കൂറിലെ ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് RBI ഗവർണറായി സഞ്ജയ് മൽഹോത്ര വരുന്നു എന്നത് തന്നെയാണ്. നിലവിലെ റവന്യൂ സെക്രട്ടറിയും 1990 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനുമായ സഞ്ജയ് മൽഹോത്ര ഡിസംബർ 11-ന് 3 വർഷത്തേക്ക് RBI ഗവർണറായി ചുമതലയേൽക്കും. പബ്ലിക് പോളിസിയിൽ പ്രിൻസ്റ്റൺ ബിരുദം നേടിയ IIT കാൻപൂർ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. നികുതി പരിഷ്കരണങ്ങളിലും GST മാനേജ്മെന്റിലും ശക്തമായ പശ്ചാത്തലവുമുണ്ട്. ഇനി അദ്ദേഹത്തിന് ധനകാര്യം, വൈദ്യുതി, IT, നികുതി, ഖനി തുടങ്ങിയ മേഖലകളിൽ 33 വർഷത്തെ പരിചയമുണ്ട്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ മുതിർന്ന റോളുകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒരു റേറ്റ് കട്ടിനെ കുറിച്ച് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ RBI ഗവർണറുടെ റോൾ എന്തായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. മുൻ റവന്യൂ സെക്രട്ടറി എന്ന നിലയിൽ നികുതി പരിഷ്കരണങ്ങളിലും GST നടപ്പാക്കലിലും മൽഹോത്രയുടെ അനുഭവ പരിചയം RBIയുടെ ധനകാര്യ മന്ത്രാലയവും തമ്മിലുള്ള ഏകോപനത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. ഇനി നികുതി പിരിവ് വർദ്ധിപ്പിക്കുന്നതിലും ബജറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുമുള്ള അദ്ദേഹത്തിന്റെ പശ്ചാത്തലം സൂചിപ്പിക്കുന്നത് സാമ്പത്തിക അച്ചടക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്ന നയങ്ങളെ അദ്ദേഹം അനുകൂലിച്ചു എന്ന് തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ തന്നെയാണുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി നാളെ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സ്റ്റോക്കിനെ കുറിച്ച് പറയാം. PDSL ആണ്. 593 മുകളിലായിട്ട് ട്രേഡിംഗ് ഒരു 1 ഹവറൊക്കെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 620 വരെയൊക്കെ ഒരു ഷോർട്ട് ടേമിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ള ഒരു സ്റ്റോക്കാണ്. സ്റ്റോപ്പ് ലോസ് ആയി 530 നമുക്ക് വെക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്കാണ് പോളിസി ബസാർ. 2155 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 2315 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത സ്റ്റോക്കിനുണ്ട്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 1966 നമുക്ക് കാണാവുന്നതാണ്. ഈ സ്റ്റോക്കുകളൊന്നും ഇവിടെ പറയുന്നത് നിങ്ങൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അതായത് നമ്മുടെ സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സ്വന്തമായിട്ടുള്ള അനാലിസിസിന് ശേഷം മാത്രം സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 58 പോയിന്റ്സും ബാങ്ക് നിഫ്റ്റി 102 പോയിന്റ്സുമാണ് ഇന്നലെ ഇടിഞ്ഞത്. പ്രധാനപ്പെട്ട മാർക്കറ്റ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ മിച്ചലിനിൽ നിന്ന് ക്യാംസൺ ബ്രാൻഡ് ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് സിയറ്റ് 15% ഉയർന്നു. മറ്റൊരു കമ്പനി CE ഇൻഫോ സിസ്റ്റംസ് അഥവാ മാപ്മൈ ഇന്ത്യ എന്ന കമ്പനിയാണ്. രോഹൻ വർമ്മയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള തീരുമാനം പിൻവലിച്ചതിന് ശേഷം CE ഇൻഫോയുടെ ഓഹരി വില ഏകദേശം 15% ഉയർന്നു. HSBCയുടെ പോസിറ്റീവ് നോട്ടിനെ തുടർന്ന് IT സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. നിഫ്റ്റിയിലേക്ക് 24,619 58 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ പോസിറ്റീവ് ആണെങ്കിലും വ്യാഴാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള 24,850 ആ ഒരു ലെവൽ ക്രോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് 20 ഡേ EMA ഉള്ളതും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റേഞ്ച് ആയിട്ടുള്ള 24,500 550 ലെവലിന് മുകളിലായിട്ടാണ് ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് എന്നതൊരു പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. കൂടാതെ ഇന്നലത്തെ ഹൈ ആയിട്ടുള്ളത് 24,705 ആണ്. അതായത് 24,700 റേഞ്ചിലും ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ് എന്ന് കാണാം. അതുകൊണ്ട് അവിടെ നിന്നും ഒരു പുൾ ബാക്ക് പ്രൈസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അപ്സൈഡിലും ഡൗൺ സൈഡിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകളാണ് പറഞ്ഞത്. ഇനി ഡെയിലി ക്യാൻഡിലും ഒരു ഡോജി ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതും ഒരു ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നതും. അടുത്തതായി ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് നോക്കിയിട്ട് എത്തരത്തിലായിരിക്കും നാളത്തെ ഒരു റിയാക്ഷൻ നിഫ്റ്റിയിൽ ഉണ്ടാവുക എന്ന് നോക്കാം. ആദ്യം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 26,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 25,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. അടുത്തതായി ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് മനസ്സിലാക്കാം. അതിനായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയാണ് പരിശോധിക്കുന്നത്. 24,600 എന്ന ATM സ്ട്രൈക്കിൽ 138% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ അതിലും വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 236% വർധനവ്. ഇനി പുട്ട് സൈഡിൽ 119% വർധനവാണ് കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. 158% വർധനവാണ് കോൾ സൈഡിലുള്ളത്. കുറച്ചുകൂടി വലിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. 24,650 സ്ട്രൈക്കിൽ 75% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാമെങ്കിലും 180% വർധനവാണ് കോൾ സൈഡിൽ. അതായത് പുട്ട് സൈഡുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടുതലുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് കുറച്ച് ശക്തിയോടെ നിൽക്കുന്നതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,408 102 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് ന്യൂസിൽ നമ്മൾ പറഞ്ഞതുപോലെ 23,900 എന്ന ആ ഒരു ലെവൽ ക്രോസ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അത് ക്രോസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരുപക്ഷെ 24,350 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇന്നലത്തെ ആ ഒരു ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ അത്ര നല്ല ഒരു ക്യാൻഡിലായിട്ടല്ല തോന്നുന്നത്. ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഏതായാലും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാനൽ പാറ്റേണിന്റെ പിവറ്റ് തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ ആദ്യത്തെ സ്ട്രൈക്ക് 54,000 അതിനുശേഷം 53,500 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,500 അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,000 എങ്കിൽ ഇന്നത്തെ ഈ ഈവനിങ് സെഷൻ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളത്തെ മോർണിംഗ് സെഷനിൽ നമുക്ക് കാണാം. ഡെയിലി മാർക്കറ്റ് ന്യൂസുമായി കാണാം. ഇനി ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും റെക്കമെൻഡേഷൻ ഒന്നും ആയിട്ട് ആരും എടുക്കരുത്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫർ ഉപയോഗിക്കുക. ഓഫർ വഴി 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.